ഇന്നത്തെ അതിഥി ശ്രീ ഫിലിപ്പ് എം പ്രസാദ്. 1960കളുടെ അന്ത്യത്തിൽ വയനാടൻ മലകളിൽ മുഴങ്ങിക്കേട്ട സായുധ വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു ശ്രീ ഫിലിപ്പ് എം പ്രസാദ്. വിപ്ലവം തോക്കിൻകുഴലിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം കേരളം കാണുന്നത് ഒരു ആധ്യാത്മികവാദിയായാണ്. ഇന്ന് ആധ്യാത്മിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നു. പ്രസാദ് സായുധ വിപ്ലവത്തിൻ്റെ മാർഗം തേടി നക്സൽബാരി പ്രസ്ഥാനത്തിൽ ചേർന്ന് തോക്ക് കയ്യിലെടുക്കുന്ന സമയത്തും താങ്കളുടെ മനസ്സിൽ ആധ്യാത്മിക ചിന്തയുടെ വേരുകൾ പടർന്നു കടന്നിരുന്നു. ആധ്യാത്മികതയും വിപ്ലവവും ഒരുമിച്ച് പോകില്ല എന്നുള്ള ധാരണയാണ് തെറ്റ്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ വെടിപൊട്ടിച്ച ഒരാളാണ് ശിവജി. ശിവജി ശരിക്കു പറഞ്ഞാൽ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പൊരുതുകയും സായുധ വിപ്ലവം നടത്തുകയും രാജ്യം മോചിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരാളല്ലേ. ഗാന്ധിജിയുടെ ആധ്യാത്മികതയല്ലേ. അതുപോലെ ഭഗത് സിംഗ് പോലുള്ളവർ ഭഗവത്ഗീതയും കൈപ്പിടിച്ചല്ലേ കൊലക്ക്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വിരുദ്ധമാണ് എന്നുള്ള മനുഷ്യരുടെ സങ്കല്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലാണ് ആധ്യാത്മികതയിൽ അടിത്തറ ഉറപ്പിച്ച വിപ്ലവകാരികൾ ഇല്ലാതിരുന്നത്. മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും വിപ്ലവകാരികൾ എത്രയോ പേര് ആധ്യാത്മികതയിൽ അടിയുറച്ച വിപ്ലവകാരികളാണ്. അല്ല, ഉന്മൂലന രാഷ്ട്രീയം എന്ന് വിശേഷിക്കപ്പെട്ട നക്സൽബാരി പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇത് ആത്മീയ ചിന്തയോടുകൂടി തന്നെയാണ്. അല്ലല്ല, ആധ്യാത്മികതയ്ക്ക് മാർക്സിയൻ ദർശനത്തിൽ നിന്നുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അതിനകത്ത് ഈ വിപ്ലവം നടത്തിയോ തോക്കെടുത്തോ എന്നുള്ളതല്ല പ്രശ്നം. ഭൗതികവാദമാണോ ആത്മീയവാദമാണോ പ്രശ്നം. അപ്പോൾ അത് തോക്കെടുക്കുന്നത് എവിടെ എടുക്കാം? ഇന്ന് ലോകം മുഴുവൻ അമേരിക്കക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന വിപ്ലവകാരികൾ അവർ ഖുറാനെ ബേസ് ചെയ്തും അള്ളാഹുവിനെ വിളിച്ചുമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആധ്യാത്മികതയും ഈശ്വരവിശ്വാസവും സ്വന്തം രാജ്യത്തിന് വേണ്ടിയും സ്വന്തം ജനതയ്ക്ക് വേണ്ടിയും തോക്കെടുക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നുള്ളൊരു ധാരണ തെറ്റാണ്. അല്ല, ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ മാർക്സിയൻ ചിന്താഗതിക്കാരനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതേസമയം ഒരു ആധ്യാത്മിക ചിന്തകനും കൂടി? ഭൗതികവാദമാണ് അതിനകത്ത് പ്രശ്നം. ഭൗതികവാദമാണ് എല്ലാം മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. മനുഷ്യൻ വിചാരിച്ചാൽ ചരിത്രത്തെ മാറ്റി മറിക്കാം. സംഘടിത മനുഷ്യന് ലോകത്തെ മാറ്റി തീർക്കാം. ഇവിടെയാണ് അഹങ്കാരം. അത് തകരുകയും ചെയ്തു. ലോകം മുഴുവൻ തകർന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ മനുഷ്യന് ഒരു പുതിയ സമുദായം സൃഷ്ടിച്ചെടുക്കാം. റഷ്യയുടെ അഹങ്കാരം തൊലഞ്ഞ് പാപ്പരായില്ലേ. കലക്റ്റീവ് മനുഷ്യൻ്റെ ഈഗോ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വേഴ്സ്റ്റ് ഫോമാണ് മാർക്സിസം. അതിനോടാണ് ഞാൻ യാത്ര പറഞ്ഞത്. ആധ്യാത്മിക ചിന്തയിലേക്കും ഈശ്വരവിശ്വാസത്തിലേക്കും തിരിയണമെന്ന് താങ്കൾക്ക് തോന്നിയത് എവിടെ വെച്ചാണ്? ജയിലിൽ വെച്ചാണ്. അത് തോന്നിയതല്ല, അതങ്ങനെ ഒരു ബുദ്ധിപരമായൊരു തോന്നലല്ല. മാർക്സിസത്തിൻ്റെ തകർച്ച, ഞങ്ങളുടെയൊക്കെ പ്രസ്ഥാനം തകരുന്നത്, മാനസിക സംഘർഷം, ഇതിൽ ഒരാളങ്ങനെ തകരുക, ഒരു പാറ പൊട്ടുന്ന പോലെ പൊട്ടുകയാണ്. ആ പൊട്ടുമ്പോൾ അടിയിൽ ഉണ്ടായിരുന്ന എൻ്റെ അമ്മ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ, വളരെ ലളിതമാണ്. എൻ്റെ ചെറിയ ബാല്യകാലത്തിൽ എൻ്റെ നാട് പഠിപ്പിച്ച ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉറവകൾ, ഇതെല്ലാം കൂടി ഉറവയെടുത്ത് ഈ പാറയുടെ ഇടയിൽ കൂടി വരികയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു മാർക്സിസത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുകയും ഈശ്വരവിശ്വാസം വരികയും ചെയ്യുന്നത് തമ്മിൽ എനിക്ക് ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസം പോലുമില്ല. കാര്യം പ്രാർത്ഥനയോടെയാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് തകർന്നു, ഉറക്കം വരാതെ തകർന്നു. അറിയാതെ പ്രാർത്ഥിച്ചപ്പോൾ ഉറക്കം തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഗ്യാപ്പ് വന്നില്ല. ഒരു ബുദ്ധിപരമായി ഇത് വേണ്ട എന്ന് തിരസ്കരിക്കുക, ബുദ്ധിപരമായി ഇതാണ് ശരി എന്ന് സ്വീകരിക്കുക, ഇങ്ങനൊരു പ്രക്രിയ ഈ മാറ്റത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല.